ഡേവിസേ, കൂടുതൽ ദാദാ പീസ് നടക്കാൻ നിൽക്കണ്ട. അനങ്ങിയ നിന്റെ സാമാനടക്കം ഞാൻ അടിച്ചു പൊട്ടിക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ കൂടെ നടന്നോ. എന്ത് ചെയ്തിട്ടോ സാറേ? അതൊക്കെ വിശദീകരിച്ച് ഒരു നോവലായിട്ട് എഴുതി ഞാൻ തരുന്നുണ്ട്. ഇപ്പൊ നീ നടക്ക്. കുഞ്ഞിനെ 4-5 ദിവസം കൂടെ ചിലപ്പോ വേദന ഉണ്ടാവും. ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവളുടെ കഴുത്തധികം അനക്കണ്ട. സെമിക്ക് ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാലും ഹെഡ് ഇഞ്ചുറി അല്ലേ, കുറച്ചു ദിവസം ഐസിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, കാലിനിപ്പോ കൂടുതൽ പെയിനൊന്നുമില്ല. ഓക്കെ അല്ലേ? കരയില്ല മോളെ, കരയില്ല. ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. സാറമ്മോക്ക് അച്ചാച്ചൻ എന്താ കൊണ്ടുവന്ന് നോക്കിയേ? എന്നാ പിടിക്കേ. ഡ്യൂട്ടിക്ക് പോയില്ലേ? ഡ്യൂട്ടിയില്ലല്ലേ? ഇപ്പൊ എങ്ങനുണ്ട്? ഓ, കുഴപ്പമില്ല. മക്കളെ ഒന്നീ വന്നേ. റോജാ, എന്താടാ? ഇല്ല, ഒന്നുമില്ല. എനിക്ക് അവന്മാരോട് ഒരു കാര്യം സംസാരിക്കാനാ. വാടാ. ഞാനിപ്പോ വന്നത് വേറൊന്നുമല്ല. നമ്മുടെ പീറ്ററിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ഒരുത്തനെ പൊക്കി. പേര് ഡേവിസ്. നമ്മുടെ വീട്ടിൽ കയറി പണിതതിന്റെ കൂട്ടത്തില് ഈ നാറി ഉണ്ടായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്നമാരുടെ പേര് അവൻ മൊഴിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്, അളിയന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു പരാതി കൂടി എഴുതി വാങ്ങിക്കും. അവന്റെ മുലപ്പാല് കക്കിച്ചിട്ടാണെങ്കിൽ ശരി, ബാക്കിയുള്ളമാരെയും കൂടി ഞാൻ പൊക്കിയിരിക്കും. നമ്മുടെ കേസ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയാ, മനസ്സിലായോ? അതിനോട് ആർക്കും പരാതിയില്ലല്ലോ റോയി ചേച്ചാ. തീർക്കാനുള്ളൊക്കെ ഞങ്ങൾ പുറത്ത് തീർത്തോളാം. അതങ്ങനെയല്ല മക്കളെ. എങ്ങനെ ആയാലും ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 5 അവന്മാരും അറിഞ്ഞിരിക്കും ഞങ്ങൾ ആരാണെന്നും എന്താണെന്നും. ചാച്ചിനി കേസ് വിട്ടുപിടിക്കും. പറയടാ. നമ്മുടെ ഒരു പരിചയക്കാരൻ മച്ചാന്റെ ലോക്കൽ ചാനൽ സെറ്റപ്പാണ്. ഈ ഏരിയയിലെ സകല വീഡിയോ കവർ ചെയ്യണ അവനാണ്. വാ. പ്രദക്ഷിണമാണ് അകത്ത് വിഷസ് കുറച്ചെടുത്തിട്ടുള്ളൂ. നിർത്തിക്ക്. ഒന്ന് കുറവോട്ട് അടിച്ച് നിർത്ത്. ഇത് സൂം ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഒരുത്തിന് അവനാണ്. നിനക്കറിയാവോ? ഏതാണ് ഇവൻ? നമ്മുടെ വൈപ്പിൻ കമ്മലക്കടവ് ബോട്ട് സർവീസില്ലേ, അതിലെ പണിക്കാരൻ. എന്താണ് കൊട്ടേഷൻ വില കൊടുക്കാനാണോ?